ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിനി അടുത്ത് നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഇലസ്ട്രേഷൻ ആണ്. നമുക്ക് നോക്കാം. ബാംഗ്ലൂർ ബ്രാഞ്ച് ഓഫ് ഗണേഷ് ലിമിറ്റഡ് മുംബൈ സെൻസ് ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് ടു മുംബൈ ഓൺ 31 ഡിസംബർ 2020. മുംബൈയിൽ ഗണേഷ് ലിമിറ്റഡിന്റെ ബാംഗ്ലൂർ ബ്രാഞ്ച് 2020 31 ഡിസംബറിന് താഴെ പറയുന്ന ട്രയൽ ബാലൻസ് എവിടേക്ക് അയക്കുന്നു? മുംബൈയിലേക്ക് അയക്കുകയാണ്. അപ്പൊ മനസ്സിലായല്ലോ, മുംബൈയിലെ ഗണേഷ് ലിമിറ്റഡിന്റെ ബാംഗ്ലൂർ ബ്രാഞ്ച് 2020 31 ഡിസംബറിന് താഴെ പറയുന്ന ട്രയൽ ബാലൻസ് നമ്മൾ എങ്ങോട്ടേക്ക് അയക്കുന്നു? മുംബൈയിലേക്ക് അയക്കുവാണ്. പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഹെഡ് ഓഫീസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇൻ ദ ബുക്സ് ഓഫ് ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ ബുക്സിൽ ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഹെഡ് ഓഫീസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രാഞ്ചിന്റെ ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ എക്സ്ട്രാ അക്കൗണ്ട് ഏതാണ്? ഹെഡ് ഓഫീസ് അക്കൗണ്ടും വരയ്ക്കണം. പിന്നെ അതുമാത്രമല്ല, പാസ് നെസസറി ജേർണറീസ് ടു ഇൻകോർപ്പറേറ്റ് ബാംഗ്ലൂർ ബ്രാഞ്ച് ബാലൻസസ് ഇൻ ദി ഹെഡ് ഓഫീസ് ബുക്സ് ആൻഡ് പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിന്റെ ബുക്കുകളിൽ ബാംഗ്ലൂർ ബ്രാഞ്ചിന്റെ ബാലൻസുകൾ ഉൾപ്പെടുത്തുന്നതിന് ആവശ്യമായ ജേർണറീസ് റെക്കോർഡ് ചെയ്യുകയും കൂടാതെ ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയും വേണം. അപ്പൊ എന്താ പറയുന്നത്? ഹെഡ് ഓഫീസിന്റെ ബുക്കുകളിൽ ബാംഗ്ലൂർ ബ്രാഞ്ച് ബാലൻസുകൾ ഉൾപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ജേർണറീസ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് വെച്ചുകൊണ്ട് നമ്മൾ എൻട്രീസ് പഠിച്ച ഓർമ്മയുണ്ടോ? ആ എൻട്രീസ് ആണ് റെക്കോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാണ്ട് ബാംഗ്ലൂർ ബ്രാഞ്ച് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? ദ ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 31 ഡിസംബർ 2020 കേട്ടോ. 2020 31 ഡിസംബറിന്റെ ബ്രാഞ്ചിന്റെ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. എത്ര രൂപ? 18,000 രൂപ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ട്രയൽ ബാലൻസ് നോക്കണം. ഒരു കാര്യം പറയാൻ പറ്റേ, ട്രയൽ ബാലൻസിനകത്ത് വരുന്നത് ഒരു സ്റ്റോക്ക് മാത്രമേ വരത്തുള്ളൂ. അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ട്രയൽ ബാലൻസിന് പുറത്ത് വരുന്ന സ്റ്റോക്കാണ് എന്തെന്ന് പറഞ്ഞത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ബ്രാഞ്ചിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എവിടേക്ക് എടുക്കാം? ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് എടുക്കുകയും ചെയ്യണം. ബാലൻസിൽ എവിടെ കാണിക്കണം? അസറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഓരോ ഐറ്റംസും എവിടേക്കാണെന്ന് പറയണം. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ? പ്രോവിഷൻ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ? അതോ ബാലൻസിൽ അസറ്റ് ആണോ ലൈബിലിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യ ഐറ്റം പറഞ്ഞു, ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞു. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ പോകുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം, പിന്നെ എവിടെ കാണിക്കാം? ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കാണിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഓരോ ഐറ്റംസ് നിങ്ങൾ പറയണേ. സ്റ്റോക്ക് ഓൺ 1/1/2020. 2020 ഒന്നാം മാസത്തിൽ ഒന്നില് ഒരു സ്റ്റോക്ക് കിടപ്പുണ്ട്. അത് ഏത് സ്റ്റോക്കാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയും അല്ലേ? ഡിസംബറിൽ ക്ലോസ് ചെയ്യല്ലേ? തുടങ്ങുന്നപ്പോഴാണ്? ജാനുവരിയിലാണ്. അപ്പൊ അത് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പൊ അതെവിടെ കാണിക്കണം? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. കാരണം ഇവിടെ ഡെബിറ്റ് സൈഡിൽ വരുന്നല്ല, ട്രേഡിംഗ് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഫർണിച്ചർ ഉണ്ട് അല്ലേ? ഫർണിച്ചർ എവിടെ പോകുന്നത്? ബാലൻസ് ഷീറ്റിലാണ് പോകുന്നത്. ബാലൻസ് ഷീറ്റ് എവിടെയാണ്? അസറ്റ് സൈഡാണ് അല്ലേ? അസറ്റിന് എപ്പോഴും എന്ത് ബാലൻസ് പറഞ്ഞു? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇനി ഗുഡ്സ് ഫ്രം മുംബൈ. ഗുഡ്സ് ഫ്രം മുംബൈ എവിടെ അടയ്ക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഞാൻ ആ ഫോർമാറ്റിനകത്ത് ഒരു സൈഡിനകത്ത് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, ഗുഡ്സ് ഫ്രം മുംബൈ ഹെഡ് ഓഫീസ് അക്കൗണ്ടും പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത് ഓർത്താൽ മതി. അപ്പോൾ ഗുഡ്സ് ഫ്രം മുംബൈ എവിടെ കാണിക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. പർച്ചേസ് അറിയാലോ, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്. പിന്നെ റിട്ടേൺ ഇമ്പോർട്ട്സ്, ഇത് ഏത് റിട്ടേൺ ഇമ്പോർട്ട്സ് ആണ്? സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേണിന്റെ വേറെ പേരാണ് റിട്ടേൺ ഇമ്പോർട്ട്സ് എന്ന് പറയും അല്ലേ? അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ പോകണം. അതെന്താ ചെയ്യുന്നത്? സെയിൽസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യണം, ഈ എമൗണ്ട് കുറച്ച് കാണിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സാലറീസ്. അതെവിടെ പോകും? പ്രോവിഷൻ ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ജനറൽ എക്സ്പെൻസോ പ്രോവിഷൻ ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. റെന്റ് ഉണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, റെന്റ് ഡെബിറ്റ് സൈഡിലും വരാം, ക്രെഡിറ്റിലും വരാം. ഡെബിറ്റിലാണ് പറഞ്ഞെങ്കിൽ അത് പെയ്ഡ് ആയിരിക്കും. ഇതിപ്പോൾ റെന്റ് അവിടെ തന്നിരിക്കുന്നത് ഡെബിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് പെയ്ഡ് അല്ലയോ? അപ്പോൾ പ്രോവിഷൻ ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ബാഡ് ഡെബ്റ്റ്സ് എന്താണ്? പ്രോവിഷൻ ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെ ക്യാരേജ് ഉണ്ടോ? വെറും ക്യാരേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാരേജ് ഇമ്പോർട്ട്സ് ആണ്. അപ്പോൾ അതോടെ പോകും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. സൺഡേ ഡെറ്റേഴ്സോടെ പോകും ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കാണിക്കും അല്ലേ? നമ്മൾ ആ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാങ്ക് ബാലൻസ്. ബാങ്ക് ബാലൻസ് പറഞ്ഞാണ് ക്യാഷ് അറ്റ് ബാങ്ക് നടത്തും. അതോടൊപ്പം ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കാണിക്കണം.
പിന്നെ അലോവൻസസ് ടു കസ്റ്റമേഴ്സോ അത് പ്രോവിഷൻ ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ബിൽസ് റിസീവബിളോ ബാലൻസ് ഷീറ്റ് അസസ് സൈഡിൽ കാണിക്കണം. സെയിൽസ് എവിടെ പോകും? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും അല്ലേ. അപ്പോൾ ഒന്ന് ഓർക്കുക, ഇവിടെ നമുക്ക് സെയിൽസും ഉണ്ട്, ഇവിടെ റിട്ടേൺ ഇൻവോയ്സും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? സെയിൽസിൻ്റെ 1,74,000 നമ്മളെന്ത് ചെയ്യണം? ഈ 2,000 രൂപ കുറച്ച് കാണിക്കണം. എന്നിട്ട് നേരെ ഔട്ടറിലോട്ട് പോകാവും. ഓക്കെ. അടുത്തതാണ് റിട്ടേൺ ടു മുംബൈ. ഉണ്ടോ? നമുക്ക് തൊട്ട് മുന്നേ ഗുഡ്സ് ഫ്രം മുംബൈ നടക്കുന്നുണ്ടോ? അപ്പം ആ എമൗണ്ടിനകത്ത് എന്ത് ചെയ്യണം? ഈ എമൗണ്ട് കുറച്ച് കാണിക്കണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് അത് പറഞ്ഞു തന്നെ, ഫോർമാറ്റിനകത്ത് എടുത്ത് പറഞ്ഞായിരുന്നു അല്ലേ. റിട്ടേൺ ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന 1,00,000-നകത്ത് എന്ത് ചെയ്യണം? 800 രൂപ കുറച്ച് കാണിക്കണം. എങ്കിലും അത് ഔട്ടറിലോട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഗുഡ്സ് ഫ്രം മുംബൈ എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കല്ലോ. അപ്പോൾ ആ ഡെബിറ്റ് സൈഡിൽ തന്നെ എന്ത് ചെയ്യണം? ഈ റിട്ടേൺ എന്ന് പറഞ്ഞ് കുറച്ച് കാണിച്ചാൽ മതി കേട്ടോ. അടുത്തതാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. അത് എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ എവിടെയാണ്? ലയബിലിറ്റി സൈഡിലാണ്. അത് ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ. അടുത്തത് ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഉണ്ടോ? അതിവിടെ പറയുന്നുണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കണം. നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ലേ, വായിച്ചേ, ട്രേഡിംഗ് ആൻഡ് പ്രോവിഷൻ ലോസ് അക്കൗണ്ട്, ഹെഡ് ഓഫീസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടോ. അപ്പോൾ ഇതിനകത്ത് ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രോവിഷൻ ലോസ് അക്കൗണ്ടിൽ ബാലൻസിൽ ഐറ്റംസ് തന്നിട്ടുണ്ട്. പിന്നെ ഹെഡ് ഓഫീസ് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ എമൗണ്ട് കൂടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കണം. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോട്, ഇന്നലെ ഞാൻ പറഞ്ഞു ട്രയൽ ബാലൻസിന്റെ ഇൻകോർപ്പറേഷൻ മെത്തേഡ് പ്രകാരം നമുക്ക് എത്ര ഇൻകോർപ്പറേഷൻ ഉണ്ട്? 2 ഉണ്ട്. ഒന്നെന്താണ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റും, രണ്ടെന്താണ് ഇൻകോർപ്പറേഷൻ ബാലൻസ് ഷീറ്റും അല്ലേ. ഇൻകോർപ്പറേഷനും പ്രോഫിറ്റിനകത്ത് നമ്മൾ 2 ടൈപ്പ് പറഞ്ഞില്ലായിരുന്നോ? ഡീറ്റെയിൽഡ് മെത്തേഡും ഉണ്ട്, പിന്നെ എന്താണ് ആപ്ലിക്കൻ മെത്തേഡും ഉണ്ട്. അപ്പോൾ ഇത് ഏത് മെത്തേഡായിരിക്കും? ഞാൻ നിങ്ങളുടെ പറഞ്ഞത് ആപ്ലിക്കൻ മെത്തേഡ് ആണെങ്കിൽ എടുത്ത് പറയും. ഒന്നും പറഞ്ഞിലേക്ക് ഏതാണ്? ഡീറ്റെയിൽഡ് ആണ് അല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം. ട്രേഡിംഗ് ആൻഡ് പ്രോവിഷൻ ലോസ് അക്കൗണ്ട്, ഹെഡ് ഓഫീസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇൻ ദ ബുക്സ് ഓഫ് ബ്രാഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ ബ്രാഞ്ചിന്റെ ബുക്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടും ബ്രാഞ്ച് പ്രോവിഷൻ ലോസ് അക്കൗണ്ടും പിന്നെ ബാലൻസ് ഷീറ്റ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ അല്ലേ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എൻട്രീസ് ഉണ്ടാക്കാം. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ. അപ്പോൾ അത് എന്തിൻ്റെ എൻട്രിയാണ്? ഇൻകോർപ്പറേറ്റീവ് എൻട്രീസ് ആണ്. അത് നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ആൻസർ നോക്കുക. അപ്പോൾ നമുക്ക് ഹെഡിങ് എന്ത് എഴുതാം? ഇൻ ദ ബുക്സ് ഓഫ് ബാംഗ്ലൂർ ബ്രാഞ്ചിന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് പ്രോവിഷൻ ലോസ് അക്കൗണ്ട് വരയ്ക്കുകയാണ്. ഇവിടെ DR-ഉം CR എഴുതാൻ മറക്കരുത്. ഹെഡിങ് എഴുതും ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോവിഷൻ ലോസ് അക്കൗണ്ട് 4 ഇയർ എൻഡഡ് ഉണ്ടോ. അവസാനത്തെ ഡേറ്റ് ആണ് എപ്പോൾ എഴുതുന്നത്? അപ്പോൾ ഏത് മാസത്തിലായി വന്നിരിക്കുന്നത്? ഡിസംബർ അല്ലേ. അപ്പോൾ 31/12/2021. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിങ്ങിലും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരുന്ന മാത്രം എടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നോക്കി, ഡെബിറ്റ്സിൽ എന്തുണ്ട്? ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് അല്ലേ. എത്ര രൂപ? 20,000 രൂപ. പിന്നെ പർച്ചേസ് എത്ര ഉണ്ട്? 20,000 രൂപ. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു ഗുഡ്സ് ഫ്രം എന്ത് ചെയ്യണം? അത് ഇന്നറി കാണിക്കുക. അതിനകത്ത് റിട്ടേൺ ഉണ്ടായിരുന്നു 800 രൂപ അല്ലേ. അത് 2 കുറച്ച് നമ്മൾ ചെയ്യണം? നേരെ ഔട്ടറിലേക്ക് മാറ്റുന്നു. ഓക്കെ അല്ലേ. പിന്നെ വെറും ക്യാരേജ് പറഞ്ഞില്ലേ, അതിന് ക്യാരേജ് ഇൻവോയ്സ് എന്ന് പറയും. അത് നമ്മൾ ഇവിടെ ആയിട്ടുണ്ട്. എത്ര രൂപ? 300 രൂപ. കണ്ടല്ലോ. ഓക്കെ. ഇനി ക്രെഡിറ്റ്സിൽ എന്തുണ്ട്? സെയിൽസും റിട്ടേൺ ഉണ്ടായിരുന്നു, റിട്ടേൺ ഇൻവോയ്സ്. അപ്പോൾ 2 കൂടെ കുറച്ച് നമ്മൾ ഔട്ടറിൽ കാണിച്ചു. പിന്നെ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് ഞാൻ ആദ്യമേ പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ ക്രെഡിറ്റ്സിൽ എടുക്കണം. പിന്നെ ഇവിടെ പോകണം ബാലൻസിൽ അസസ് എടുക്കണം. ഈ ഒരു ഐറ്റം നമ്മൾ ഇതിനകത്ത് കാണിക്കത്തില്ല, അത് പുറത്ത് മാത്രമേ കാണിക്കും. അകത്ത് കാണിക്കുന്നവരാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പോൾ ട്രേഡിങ്ങിൽ ഇത്ര ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്തൂടെ? ബാലൻസ് ചെയ്യാം. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ നോക്കുക, ക്രെഡിറ്റ് സൈഡ് കൂട്ടിയപ്പോൾ നമുക്ക് എത്ര വന്നു? 1,90,000 വന്നു. ഈ സൈഡ് കൂടിയപ്പോൾ എത്ര വന്നു? 1,39,500 വന്നു. അപ്പോൾ ഇതിൽ ഏതാ പിക്കസ് നമ്പർ? 1,90,000 അല്ലയോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 സൈഡിൽ ഒരുപോലെ കാണിച്ചു. ഓക്കെ അല്ലേ. ഏത് സൈഡാണ് കുറവുന്നത്? ഈ സൈഡാണ് കുറവുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യണം? 2ന്റെ ഡിഫറൻസ് ഇടണം. ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും? 50,500 വരും. അപ്പോൾ അവിടെ എന്തോന്ന് പറയണം? ഗ്രോസ് പ്രോഫിറ്റ് CD ചെയ്യണം. ഓക്കെ അല്ലേ. ഇനി ആ CD നമ്മൾ ചെയ്യണം? BD ആക്കണ്ടേ? അത് നമ്മൾ അടുത്ത അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി മതി. അപ്പോൾ അത് ഡെബിറ്റ് വന്ന സാധനം അത് ഇതിലോട്ട് മാറി, അത് ക്രെഡിറ്റിലോട്ട് മാറി. അപ്പോൾ അടുത്ത അക്കൗണ്ട് ഏതാണ്? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഐറ്റംസ് എഴുതാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു? അത് സാലറീസ് ഉണ്ടായിരുന്നു 12,000 രൂപ. ജനറൽ എക്സ്പെൻസ് 2,000 രൂപ. റെന്റ് എത്ര ഉണ്ട്? 1,080 രൂപയുണ്ട്. ബാഡസ് 320 ഉണ്ട്. അലോവൻസ് എത്ര ഉണ്ട്? 400 ഉണ്ട് അല്ലേ. അപ്പോൾ അത്ര ഐറ്റംസ് ഉണ്ട്. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാലോ. ബാലൻസ് ചെയ്യുമ്പോൾ തന്നെ ഈ സൈഡ് കൂട്ടാൻ പറ്റും. ആ ഒരു ഫിഗർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 50,500 8 ഇത് ഇത്ര കൂട്ടുമ്പോൾ എത്ര വരും? 15,800 വരും. അപ്പോൾ അതിലേറെ ബിക്കസ് നമ്പർ 50,500. അപ്പോൾ 50,500 ചെയ്യണം? 2 സൈഡിൽ ഒരുപോലെ കാണിച്ചിരിക്കുന്നു. ഏറ്റവും കുറവ് സൈഡായിരിക്കും ഈ സൈഡിൽ.
അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് അപ്പോൾ എത്രയും 34,700 വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, നെറ്റ് പ്രോഫിറ്റിന് എഴുതാം. കണ്ടല്ലോ, ഇത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ആയതുകൊണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. പക്ഷേ ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഇത് എങ്ങോട്ട് മാറ്റും, ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് മാറ്റും. സാധാരണ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഇതിലോട്ട് മാറ്റുവാണ്, ക്യാപിറ്റലോടൊപ്പം നമ്മൾ കൂട്ടി കാണിക്കുമായിരുന്നു അല്ലേ. ഇതിപ്പോൾ ഇവിടെ കൂട്ടി കാണിക്കേണ്ട, ഇതിപ്പോൾ നമ്മൾ എങ്ങോട്ട് മാറ്റുക, ബ്രാഞ്ചിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് ഈ കിട്ടുന്ന എമൗണ്ട് എങ്ങോട്ട് മാറ്റണം, ട്രാൻസ്ഫർ ടു ഹെഡ് ഓഫീസ്, അതാണ് HO എന്ന് പറയും. അത് നിങ്ങൾ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് ട്രെയിനിങ് അക്കൗണ്ട് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പരിചയമായിരുന്നു. ഇനി അടുത്ത അക്കൗണ്ട് ഏതാ വരയ്ക്കാൻ പറഞ്ഞാൽ, ഹെഡ് ഓഫീസ് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ചെറിയൊരു അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഹെഡ് ഓഫീസ് അക്കൗണ്ട് വരച്ചു കണ്ടോ. ഡെബിറ്റ്സിൽ 2 കോളം, ക്രെഡിറ്റ്സിൽ 2 കോളം. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ്സിൽ ആദ്യം ഫസ്റ്റ് എന്താണ്, ബാലൻസ് BD ആണ്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ട് ലാസ്റ്റ് സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞ ഓർമ്മ, ഹെഡ് ഓഫീസ് അക്കൗണ്ട് കണ്ടോ. അത് ക്രെഡിറ്റ്സിലാണ് കാണിച്ചിരിക്കുന്നത്. എത്രയാണ്, 10,300. അപ്പോൾ നമ്മൾ അതേ സൈഡിൽ തന്നെ എന്ത് ചെയ്യണം, ബാലൻസ് BD എന്ന് പറഞ്ഞ് 10,300 എന്ന് കാണിക്കണം. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ വരച്ചാൽ നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടോ, 34,000. ആ ഫിഗർ എന്ത് ചെയ്യണം, അത് ഇങ്ങോട്ടേക്ക് മാറ്റണം, അത് ക്രെഡിറ്റിലോട്ട് മാറ്റണം. ഇത് ഡെബിറ്റ് കിടക്കുമല്ലോ, അപ്പോൾ അത് എങ്ങോട്ട് വരും, ക്രെഡിറ്റിലോട്ട് മാറും കണ്ടോ. അപ്പോൾ അവിടെ എന്തെന്ന് പറയണം, ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നേടണം. എത്ര രൂപ, 34,700 രൂപ. അപ്പോൾ ഈ 2 ഐറ്റമേ ഉള്ളൂ. ഓക്കെ അല്ലേ. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പം ഈ സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂട്ടുമ്പോൾ എത്രയും 45,000 വരും. ഇവിടെ കൂട്ടമുണ്ടോ, ഇല്ല. അപ്പോൾ അവിടെ 0 ആണ്. അപ്പോൾ അതിലേറെ ബിഗ്ഗസ്റ്റ് നമ്പർ 40,000. അപ്പോൾ 40,000 ചെയ്യാം, 2 സൈഡ് ഒരുപോലെ കാണിക്കാം. ഈ സൈഡല്ലേ കുറവ് മതി. അപ്പോൾ കുറവ് വരുമ്പോൾ 40,000 ചെയ്യണം, 0 കൊണ്ട് കുറയ്ക്കുമ്പോൾ എത്രയും 40,000 വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇവിടെ ഇടാം. അതെന്തോന്ന് പറയാം, ടു ബാലൻസ് CDയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ് കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചു, ഹെഡ് ഓഫീസ് അക്കൗണ്ട് വരച്ചു. ഹെഡ് ഓഫീസ് അക്കൗണ്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിൻ്റെ എമൗണ്ടാണ് ആദ്യം ചെയ്യുന്നത് അല്ലേ. പിന്നെ നമ്മൾ തൊട്ട് മുന്നേ വെച്ച അക്കൗണ്ടിൽ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ചെയ്യണം, ഇങ്ങോട്ടേക്ക് ബാലൻസ് ചെയ്യണം. ഇനി നമ്മളെന്ത് ചെയ്യും, അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോകും, സാധാരണ ചെയ്യുന്ന പോലെ. ഓക്കെ, ഇനി അടുത്തെന്ത് വരയ്ക്കാൻ പറഞ്ഞാൽ, ബാലൻസ് ഷീറ്റ് അല്ലേ. അപ്പോൾ ബ്രാഞ്ചിൻ്റെ ബാലൻസ് ഷീറ്റ് വരയ്ക്കണ്ടേ. അപ്പോൾ നമ്മൾ ബ്രാഞ്ചിൻ്റെ ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പോവാണ്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, നമ്മൾ ട്രയൽ ബാലൻസ് നോക്കിയിട്ട് അസറ്റുകൾ ലൈബിലിറ്റികൾ ഏതൊക്കെയാണോ അതെന്ത് ചെയ്യണം, അത് ഇങ്ങോട്ടേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ എന്തൊക്കെ വരും, ആദ്യം നമുക്ക് അസറ്റ് സൈഡ് നോക്കാം. ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് അറിയാലോ. ഇവിടെ ലൈബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്, എമൗണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ വരും പറഞ്ഞേ. അസറ്റ് എന്തൊക്കെ വരും, ഫർണിച്ചർ 3,000 ഉണ്ട്, ബാങ്ക് ബാലൻസ് 8,000 ഉണ്ടായിരുന്നു, ഡെപ്റ്റേഴ്സ് 11,000 ഉണ്ടായിരുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് 11,000 ഉണ്ടായിരുന്നു, ബിൽസ് റിസീവ്ഡ് 8,000 ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസസറി ഇത്ര ഐറ്റംസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടായിരുന്നു, ലൈബിലിറ്റീസ് അല്ല, ആര് മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റേഴ്സ് ഉള്ളൂ. എത്ര ഉണ്ടായിരുന്നു, 10,000 ഉണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്തതാണ്, നമ്മൾ തൊട്ട് മുന്നേ ഹെഡ് ഓഫീസ് ഉണ്ടോ, ആ എമൗണ്ട്, ഈ 40,000 ചെയ്യണം, നമ്മൾ ബാലൻസിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഹെഡ് ഓഫീസ് അക്കൗണ്ട് എത്ര രൂപ, 40,000 രൂപ കേട്ടോ. ഇവിടെ എഴുതിയിട്ട് വായിച്ചേ, അസൈൻമെന്റ് ക്യാപിറ്റൽ വാല്യൂ. ഇവരെന്തായിട്ട് കൺസിഡർ ചെയ്യണം, ക്യാപിറ്റൽ വാല്യൂ എന്ന് മനസ്സിലാക്കണം. ഇത്ര ഉള്ളൂ, മനസ്സിലായോ. വളരെ സിമ്പിളാണ്, ഒരു പാടുമില്ല. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ഹെഡ് ഓഫീസിൽ ബാലൻസിലെ എമൗണ്ട് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി, ബാലൻസിലേക്ക് ലൈബിലിറ്റീസിലേക്ക് നമ്മൾ മാറ്റി. അവിടെ പറയുന്നുണ്ട് അസ്യൂമിംഗ് ഫോർ ക്യാപിറ്റൽ വാല്യൂ. അപ്പോൾ കിട്ടിയ ഹെഡ് ഓഫീസിൻ്റെ എമൗണ്ടിനെ നിങ്ങൾ എന്താണ് ക്യാപിറ്റൽ വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യണം. ഇത്ര ഉള്ളൂ. ഇനി നമ്മൾ 2 സൈഡ് ഉണ്ടാവും, ടാലി ആവും. ഓക്കെ അല്ലേ. ഇത്ര ഉള്ളൂ, പഠിച്ചല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റിനകത്ത് എന്തോ പറഞ്ഞിരിക്കുന്നത്, ബ്രാഞ്ചിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഹെഡ് ഓഫീസ് അക്കൗണ്ടും പിന്നെ ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറഞ്ഞു. ഓക്കെ അല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചോണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻകോപ്പറേറ്റ് എൻട്രി ഉണ്ടാക്കാം. അപ്പോൾ എന്തിന് എൻട്രി ആയിരിക്കും, അസിൻഫോർ എന്താണ്, ഡീറ്റെയിൽഡ് ഇൻകോപ്പറേഷൻ മെത്തേഡിലെ എൻട്രീസ് ആണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. അതായത് ഓരോ എൻട്രി എടുത്ത് കാണിക്കണം. ഓക്കെ അല്ലേ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന 3 എൻട്രീസ് ചെയ്യണം അല്ലേ. എന്തൊക്കെയാണ് 3 എൻട്രീസ്, ഡെബിറ്റ്സ് ഉള്ള ഒരു എൻട്രി, ക്രെഡിറ്റ്സ് ഉള്ള ഒരു എൻട്രി, പിന്നെ ബാലൻസ് ചെയ്യുമ്പോൾ ഒരു എൻട്രി. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ഡെബിറ്റ്സ് ഉള്ള ഒരു എൻട്രി പറഞ്ഞു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഡെബിറ്റ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും, 1,39,500 വരും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയതാണ്ട് കണ്ടോ, ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് കണ്ടോ. ഇവിടെ എല്ലാം ക്ലോസിംഗ് ഡേറ്റ് എപ്പോഴും ചെയ്യാൻ മതി കേട്ടോ. അപ്പോൾ 31/12/2000 ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് എത്ര രൂപ, 1,39,500. എന്നിട്ട് ഇതിൻ്റെ നേരായിട്ട് 1,39,500. ഇവിടെ എഴുതല്ലേ, താഴോട്ടാണ് കേട്ടോ, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലൂടെ ആയിട്ടുണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലെ ടോട്ടലാണ് കണ്ടല്ലോ. ഓക്കെ, ഇനി ക്രെഡിറ്റ്സിലെ ടോട്ടൽ നിങ്ങൾ പറഞ്ഞു ഇവിടെ തന്നെ. അപ്പോൾ എൻട്രി പറഞ്ഞു തിരിച്ചു പറഞ്ഞാൽ മതി. ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്ര വരും? 1,90,000 വരും അല്ലേ. അപ്പോൾ നോക്കിയേ, അടുത്ത് നോക്കിയാൽ ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എത്ര രൂപ? 1,90,000 രൂപ. നരേഷൻ ഷോക്കട്ട് എഴുതിയാൽ മതി കേട്ടോ. എന്തൊക്കെ കൂട്ടിന് അറിയേണ്ട എഴുതിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ സൈഡിൽ കൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ്സിൻ്റെ ടോട്ടലാണ്. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി മൂന്നാമതെന്താണ്? നമുക്ക് കിട്ടിയ ഡിഫറൻസ് ആണ് അല്ലേ. നമുക്ക് കിട്ടിയ ഡിഫറൻസ് ആണ്. അപ്പോൾ എൻട്രി പറഞ്ഞേ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ്. ഈ എമൗണ്ട് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി? എങ്ങോട്ട് മാറ്റി? ബിആർ അക്കൗണ്ടിലേക്ക് മാറ്റി. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയണം. ഓക്കെ അല്ലേ. അപ്പോൾ പറഞ്ഞേ ഇതാണ്ടേ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്ര ആണ്? 50,500 അല്ലേ. അപ്പോൾ അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഡിഫറൻസ് എമൗണ്ട്, അതായത് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയില്ലേ ആ എമൗണ്ടാണ്. അപ്പോൾ നമുക്ക് 3 എൻട്രീസ് കിട്ടി. ഓക്കെ അല്ലേ. ഇനി അടുത്തെന്താണ്? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 3 എൻട്രീസ് വേണം അല്ലേ. അത് ഡെബിറ്റ്സിലുള്ള ഒരു എൻട്രി വേണം, ക്രെഡിറ്റ്സിലുള്ള ഒരു എൻട്രി വേണം, ഡിഫറൻസും വേണം. ഓക്കെ അല്ലേ. ഓക്കെ അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ പറഞ്ഞു ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ്സിലുള്ള എൻട്രി പറഞ്ഞു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 15,800 വരും അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടുണ്ട് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് എത്ര രൂപ? 15,800 15,800 കണ്ടോ. ബിആർ അക്കൗണ്ട് ഡെബിറ്റ്സിൻ്റെ ടോട്ടൽ കണ്ടല്ലോ. ഓക്കെ, ഇനി ബിആർ അക്കൗണ്ട് ക്രെഡിറ്റ്സിൻ്റെ ടോട്ടൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് എഴുതേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടത്? താണ്ടെ ഈ ഡിഫറൻസ് ഉണ്ടോ അത് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി. അപ്പോൾ നമുക്കത് ക്രെഡിറ്റ്സിലെ ടോട്ടൽ ആയി കഴിഞ്ഞു. മനസ്സിലായി? അത് നമ്മൾ മൂന്നാമത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻട്രി ആവശ്യമില്ല. ഓക്കെ അല്ലേ. നേരെ മറിച്ച് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, വേറെ ഐറ്റംസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ഇതും അതും കൂടെ കൂട്ടിയായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് എൻട്രി പറ്റില്ല. അപ്പോൾ വരാത്ത എന്താ മനസ്സിലല്ലോ. ഇതിവിടെ ഒരു ഐറ്റയിലുള്ളൂ. അപ്പോൾ നമ്മളത് ഇങ്ങോട്ടേക്ക് മാറ്റി എമൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻട്രി ഓൾറെഡി എഴുതിയിട്ടുണ്ട്. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ടായിരുന്നു നമുക്ക് എന്തായിരുന്നു? ഇതും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു എൻട്രി കിട്ടുമായിരുന്നു, ക്രെഡിറ്റ്സിൽ ഒരു എൻട്രി കിട്ടുമായിരുന്നു. അപ്പോൾ നമുക്കതില്ലാത്തതുകൊണ്ട് അത് വേണ്ട. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? ഡിഫറൻസ് ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ അതിൻ്റെ എൻട്രി നിങ്ങൾ പറഞ്ഞു എന്ത് എൻട്രി? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്ര രൂപ? 34,800 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിഫറൻസ് എമൗണ്ട് കണ്ടല്ലോ എത്ര? ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിനകത്ത് നമുക്ക് എത്ര എൻട്രി ഉള്ളായിരുന്നു? 6 എൻട്രി ഉള്ളിടത്തല്ല 5 എൻട്രി ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റ് അസറ്റ് ലയബിലിറ്റി വേണ്ടേ? അപ്പോൾ നമ്മുടെ ഇതാണ് എൻട്രി അല്ലേ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് എത്ര വരും? 55,000 രൂപ അല്ലേ. എത്ര വരും? 55,000 വരും. ഇതെല്ലാം കൂടെ കൂടുമ്പോൾ എത്ര വരും? 55,000 വരും. അപ്പോൾ നമ്മൾ നാട്ടെ ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് എത്ര രൂപ? 55,000 രൂപ. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി ബ്രാഞ്ച് ലയബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ബ്രാഞ്ച് ലയബിലിറ്റി ആര് മാത്രമേ ഉള്ളൂ? ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഹെഡ് ഓഫീസ് എടുക്കാൻ പാടില്ല. കാരണം അവിടുത്തെ എമൗണ്ട് ഇങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ ഇത് കൂട്ടാതെ വരുന്നതാണ് ആര്? ക്രെഡിറ്റേഴ്സ്. അപ്പോൾ മാത്രമല്ല ലയബിലിറ്റി ഇത് ക്യാപിറ്റലാണ് കേട്ടോ. അപ്പോൾ ഇത് എടുക്കാൻ പാടില്ല. എത്ര എടുത്താൽ മതി? ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് മാത്രം എടുത്താൽ മതി. ഇനി വേറെ ഐറ്റംസ് ഉണ്ടെങ്കിൽ ചെയ്യാം, അതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ലയബിലിറ്റി എമൗണ്ട് കിട്ടും. ഹെഡ് ഓഫീസിനകത്ത് കൂടെ കൂട്ടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എത്ര ഉള്ളൂ ലയബിലിറ്റി? ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1,00,000 രൂപ. അപ്പോൾ എൻട്രി പറഞ്ഞേ ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട് കണ്ടല്ലോ എത്ര വരും? 10,000 രൂപ. 1,00,000 അല്ല 10,000 ആണ് കണ്ടോ. എത്ര ഉള്ളൂ? ഓക്കെ അല്ലേ. ഒരുപാടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോർമാറ്റും പഠിക്കണം, എൻട്രീസും പഠിക്കണം. ഞാൻ ഇന്നലെ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിക്കുക. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? പ്രിപ്പയർ ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കണ്ടേ? അപ്പോൾ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കാൻ പോകണം. കണ്ടല്ലോ ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ടിന് ഹെഡിങ് എഴുതി നമ്മൾ എന്ത് ചെയ്യണം? 4 കോളംസ് വരയ്ക്കാണ്. ഡെബിറ്റ്സിൽ 2 കോളം, ക്രെഡിറ്റ്സിൽ 2 കോളം. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയ ജേർണറീസ് അല്ലേ ഉണ്ടോ? അപ്പോൾ എവിടെയൊക്കെ ബാംഗ്ലൂർ ബ്രാഞ്ച് ഉണ്ടോ നോക്കണം. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇവിടെ ബാംഗ്ലൂർ ബ്രാഞ്ച് ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ ബ്രാഞ്ചിന് എന്തിരിക്കുകയാണ്? 2 ആണ്. അപ്പോൾ 2 മീൻസ് ആണ് ക്രെഡിറ്റ് ആണ് അല്ലേ. അപ്പോൾ ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഇവൻ്റെ സൈഡിലേക്ക് നമ്മൾ ചെയ്യണം, ഇവനെ കൊണ്ടുവരണം. ബാംഗ്ലൂർ ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്തത് കൊണ്ട് കറസ്പോണ്ടിങ് താരം വന്നത് ബ്രാഞ്ച് ട്രേഡിംഗ് ആണ്. അപ്പോൾ അവൻ ഡെബിറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ഇവനെ ക്രെഡിറ്റ് കൊണ്ട് അവൻ എന്ത് ചെയ്യണം? ഇവൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഏത് സൈഡാണ്? ക്രെഡിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്തു? താണ്ടെ
ബൈ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എത്ര രൂപ? 1,39,500 രൂപ. കണ്ടല്ലോ? ഓക്കെ. നെക്സ്റ്റ് വൺ അടുത്തതിനകത്തുണ്ടോ നോക്കി, അവിടെയും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ ബ്രാഞ്ചിൽ ഡെബിറ്റ് ഇരിക്കില്ലയോ, അപ്പോൾ അവൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, താഴെ വന്നവനെ ഇവനെ കൊണ്ടുവരണം, ഇവൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഏത് സൈഡിലാണ് കൊണ്ടുവരുന്നത്? ഡെബിറ്റ് സൈഡിലാണ് അല്ലേ. അപ്പോൾ നമ്മളവിടെ ടു ബ്രാഞ്ച് ട്രേഡിംഗ് എന്ന് പറഞ്ഞത് തുടങ്ങി 1,90,000 കാണിക്കുന്നു അല്ലേ. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി അടുത്തെന്താണ്? ഇവിടെ ഉണ്ടോ നോക്കി, ഇവിടെ ഇല്ല. അടുത്തിനകത്തുണ്ടല്ലോ, അടുത്തുണ്ട്. അപ്പോൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് കൂടെ ഡെബിറ്റ് കിടക്കില്ല. അപ്പം താഴെ ആരുണ്ട്? ബാംഗ്ലൂർ ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അവനെ ക്രെഡിറ്റ് ചെയ്യില്ലേ. അപ്പോൾ ഇവൻ്റെ സൈഡിൽ ചെയ്യണം, മുകളിൽ കിടക്കുന്നതിന് ഇവൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരണം. ഏത് സൈഡ്? ക്രെഡിറ്റ് ആണ് അല്ലേ. 2 മീൻസ് പറഞ്ഞാൽ ക്രെഡിറ്റ് അല്ലേ. അപ്പോൾ അവൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരണം. എത്ര രൂപ? 15,800 രൂപ. അപ്പോൾ നമ്മൾ ഇതോടെ ബ്രാഞ്ച് ബിയാൻഡ് അക്കൗണ്ട് പറഞ്ഞ് 15,800 തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ. നെക്സ്റ്റ് വൺ അടുത്തിനകത്തുണ്ടോ നോക്കി. ഇവിടെ ഇല്ല. അടുത്തിനകത്തുണ്ടല്ലോ, അതാണ്ടേ ഇവിടെ ക്രെഡിറ്റ് ആയി കിടക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് അസറ്റിനെ ഇവരുടെ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ബൈ ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് പറഞ്ഞ് തളിക്കണം, 55,000 കാണിക്കണം. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി ഇവിടെ ഉണ്ടോ നോക്കി, ഉണ്ടോ ബാംഗ്ലൂർ ബ്രാഞ്ച് ഇവിടെ ഡെബിറ്റ് ചെയ്യില്ലേ. അപ്പോൾ ഇവൻ എന്ത് ചെയ്യണം? അവൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരണം, ഡെബിറ്റ് സൈഡിലേക്ക്. എത്ര രൂപ? 15,000 കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ടു ബ്രാഞ്ച് ലൈബിലിറ്റീസ് പറഞ്ഞ് 15,000 കാണിക്കും. കേട്ടല്ലോ. ഓക്കെ. ഇത് നമ്മുടെ ഇത് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എഴുതുന്നത് കൊണ്ട് നമ്മൾ ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കണം കേട്ടോ. അപ്പോൾ അവിടെ വരയ്ക്കുമ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ബാലൻസ് എമൗണ്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് കൂടി പറഞ്ഞ് തരണം, 10,300 കാണിക്കണം. അതെ, നിങ്ങൾ ഹെഡ് ഓഫീസ് അക്കൗണ്ട് വരച്ചില്ലേ, ഈ ബാലൻസ് കൂടി ഉണ്ടോ, അത് 10,300 എഴുതിക്കണം കേട്ടോ. ഇത് ബ്രാഞ്ചിൻ്റെ ബുക്കിൽ എഴുതിയ സംഭവമാണ്. ഇനി ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ വരുമ്പോൾ അതെന്താവും? അത് ഡെബിറ്റ് സൈഡിലോട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ ഈ ബാലൻസ് പിടി എന്ത് ചെയ്യണം? ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അത് ഡെബിറ്റ് സൈഡിലോട്ട് മാറും. അപ്പോൾ ടു ബാലൻസ് പിടി പറഞ്ഞു ചെയ്യണം, 10,300 കാണിക്കണം. ഇത് വേണം ആദ്യം എഴുതാൻ. അതിന് ശേഷം എന്ത് ചെയ്യും? ഈ ബാക്കിയുള്ള എമൗണ്ട് എഴുതാം. എന്നിട്ട് 2 സൈഡ് ഉണ്ടാവും, ടാലി ചെയ്യും, ക്ലോസ് ആവും. കണ്ടല്ലോ? എത്ര ഉള്ളൂ സംഭവം. ഓക്കെ അല്ലേ. ഓക്കെ, എത്ര ഉള്ളൂ. അപ്പോൾ ഓർക്കുക, ബ്രാഞ്ചിൻ്റെ ബുക്കിൽ എഴുതുമ്പോൾ ഹെഡ് ഓഫീസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ചെയ്യണം, അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എഴുതുമ്പോൾ ബാംഗ്ലൂർ ബ്രാഞ്ചിൽ എന്ത് ചെയ്യണം? അവൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ അല്ലേ. ഇപ്പോൾ എത്ര ഉള്ളൂ സംഭവങ്ങൾ. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി അടുത്ത ഇല്ലസ്ട്രേഷൻ നോക്കിയേ. ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് എന്താണ് അണ്ടർ അപ്ഡേറ്റഡ് മെത്തേഡ്. കേട്ടല്ലോ. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഇത് നിങ്ങൾ തനിയെ ചെയ്യണം, ഇത് ഞാൻ പറഞ്ഞു തരത്തില്ല. ഇല്ലസ്ട്രേഷൻ 5.3.3 ആണ്. ഫ്രം ദി ഇൻഫർമേഷൻ ഗീവൺ ഇൻ ഇല്ലസ്ട്രേഷൻ 5.3.2. നമ്മൾ തൊട്ടുമുള്ള ചെയ്ത ഇല്ലസ്ട്രേഷനിലെ ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇല്ലസ്ട്രേഷൻ 5.3.3 ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നത് പ്രിപ്പയർ മെമ്മോറാണ്ടം ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കണ്ടോ? അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? താണ്ടെ ഇല്ലസ്ട്രേഷൻ ചൂസ് ചെയ്തില്ലേ, ഇതേ കണക്ക് തന്നെ എന്ത് ചെയ്യണം? അവിടെ ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് വ്യത്യാസം? ഹെഡിങ് മാത്രമേ മാറത്തുള്ളൂ. അപ്പോൾ ഹെഡിങ് എന്ത് എഴുതും പറഞ്ഞേ? ബ്രാഞ്ച് മെമ്മോറാണ്ടം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31 ഡിസംബർ 2020 വേണം. ഓക്കെ അല്ലേ. ഐറ്റംസ് എല്ലാം സെയിം തന്നെയാണ്. കണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഹെഡിങ് മാത്രമേ മാറത്തുള്ളൂ. ഇതോടൊപ്പം തന്നെ എന്തും കൂടെ വരയ്ക്കണം? ബാലൻസ് ഷീറ്റും കൂടി വരയ്ക്കണം. നമ്മളത് ബാലൻസ് ഷീറ്റ് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ പ്രിപ്പയർ ദ ബ്രാഞ്ച് മെമ്മോറാണ്ടം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് വരയ്ക്കുന്നില്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യണം, ഇത് തന്നെയാണ് അവിടെയും വരുന്നത്. ഹെഡിങ് മാത്രമേ മാറത്തുള്ളൂ. അപ്പോൾ എന്തെഴുതും? ബ്രാഞ്ച് മെമ്മോറാണ്ടം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31 ഡിസംബർ 2020 എഴുതണം. എന്നിട്ട് ഇതെല്ലാം എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് കൂടെ വരച്ചല്ലോ. അപ്പോൾ ഇത് രണ്ടും വരയ്ക്കാനാണ് നിങ്ങളത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പറയാം, പാസ് ദ നെസസറി ജേർണറീസ് ടു ഇൻകോർപ്പറേറ്റ് ബാംഗ്ലൂർ ബ്രാഞ്ച് ബാലൻസസ് ആൻഡ് പ്രിപ്പയർ ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ദി ഹെഡ് ഓഫീസ് അണ്ടർ അപ്ലിക്കന്റ് മെത്തേഡ്. കണ്ടോ? അപ്പോൾ അപ്ലിക്കന്റ് മെത്തേഡ് പ്രകാരമുള്ള ജേർണറീസ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടോ ഞാൻ പറഞ്ഞു? 3 എൻട്രീസ് മാത്രമേ വരത്തുള്ളൂ അല്ലേ. അപ്പോൾ 3 എൻട്രീസ് എന്തൊക്കെയാണ്? 2 എൻട്രി നിങ്ങൾക്ക് അറിയാം. ഒന്നെന്താണ്? ബ്രാഞ്ച് അസറ്റിൻ്റെ എൻട്രി. രണ്ടെന്താണ്? ബ്രാഞ്ച് ലൈബ്രറിയുടെ എൻട്രി. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു എൻട്രി എന്തുവാണ്? നിങ്ങളത് പറഞ്ഞു. എന്തോ എൻട്രി? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ ബിയാൻഡ് അക്കൗണ്ട്. അത് ഏതിൻ്റെ എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്? നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസിൻ്റെ എമൗണ്ട് ആയിരിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ കണ്ടുവയ്ക്കുമ്പോൾ ഏത് കിട്ടും? കണ്ട് ഈ നെറ്റ് പ്രോഫിറ്റിൽ കിട്ടുന്നത്. അപ്പോൾ എത്ര വരും? 34,700 വരും. അപ്പോൾ എൻട്രി നിങ്ങൾ പറഞ്ഞു, ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് 3 എൻട്രി കിട്ടി.
അപ്പോൾ ഒന്നാമത്തെ എൻട്രി ഇതാണ് ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. രണ്ടെന്താണ് ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട്. മൂന്നെന്താണ് ബ്രാഞ്ച് ലൈബിലിറ്റീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ 3 എൻട്രീസ് മാത്രം എഴുതിയാൽ മതി, ഡീറ്റെയിൽഡ് ആയിട്ട് എൻട്രീസ് വേണ്ട. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് സംഭവം കണ്ടല്ലോ, കണ്ടോ? നിങ്ങൾ തയ്യാറാക്കുന്ന 3 എൻട്രീസ് ഉണ്ടോ? കണ്ടോ? ഞാൻ പറഞ്ഞ 3 എൻട്രീസ് ഉണ്ടോ? ഈ 3 എൻട്രീസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കണ്ടല്ലോ. ഓക്കെ അല്ലേ? അപ്പം അത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ നിങ്ങൾ എന്തും കൂടെ വരയ്ക്കണം, ബാലൻസ് ഷീറ്റും കൂടി വരയ്ക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, എൻട്രീസ് എഴുതണം. ഇത് എന്തിൻ്റെ എൻട്രിയാണ്? ആപ്ലിക്കൻ്റ് എൻട്രി ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ അല്ലേ? ഇത്ര വളരെ സിമ്പിളാണ്, ഒരു പാടുമില്ല, കണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം.